പിണറായി വിജയനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കഴിഞ്ഞു. ഈ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും വായിച്ചെടുക്കാൻ കഴിയും? ഇല്ല, അമിത്ഷായെ മാത്രമല്ലല്ലോ, മറ്റ് കേന്ദ്രമന്ത്രിമാരെയും കാണുകയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കണ്ടേക്കുന്നൊരു വാർത്തയുണ്ട്, അദ്ദേഹത്തെ ഉൾപ്പെടെ കണ്ടേക്കുന്നൊരു വാർത്തയുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് വായിച്ചെടുക്കാനൊന്നുമില്ല. സ്വാഭാവികമാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ പല ആവശ്യങ്ങളുണ്ടാവും. കേന്ദ്ര മന്ത്രിസഭയിൽപ്പെട്ട ഇപ്പം അമിത്ഷായാണെങ്കിലും നിതിൻ ഗഡ്കരി ആണെങ്കിലും നിർമ്മലാ സീതാരാമനെ ആണെങ്കിലും ഒക്കെ കാണാൻ പോകുന്നതിനകത്ത് അങ്ങനെയാണ് വേണ്ടത്. അല്ല, അവരുമായിട്ട് ഒരു രാജ്യം ഭരിക്കുമ്പോഴത്തേക്ക് അവരുമായിട്ട് ഒരിക്കലും അവർക്ക് മുഖം കൊടുക്കാതെ അവരെ വെല്ലുവിളിച്ച് നടന്നിട്ട് മാത്രം കാര്യമില്ല. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടാണ്, അത്തരത്തിലൊരു പോസിറ്റീവായിട്ട് സകാരാത്മകമായ മാറ്റം ഉള്ളിലുണ്ടായിട്ടാണ് പിണറായി വിജയൻ അമിത്ഷായുടെ നരേന്ദ്രമോദിയുടെ അടുത്ത് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. കേരളത്തിന് നല്ലതാണ്, ഭാരതത്തിനും നല്ലതാണ്. അപ്പോൾ എനിക്കൊരു സംശയം കൂടി ഉണ്ട് ആ കൂട്ടത്തിനകത്ത്. അതൊരു കൗതുകപ്പെട്ട സംശയമാണ്. MA ബേബി കുറച്ച് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും കൂടെ കൂട്ടിക്കൊണ്ട് ചൈനയ്ക്ക് പോയിരുന്നല്ലോ. അതെ അതെ അതെ. തിരിച്ചെത്തിയോ? തിരിച്ചെത്തി, അവിടെ തങ്ങാൻ വഴിയില്ലല്ലോ. ആ വിവരമൊന്നും വാർത്തകൾ വന്നിട്ടില്ല. ബേബി അവിടെ പോയി സംസാരിച്ച വിഷയം എന്തെങ്കിലുമൊക്കെ പ്രധാനമന്ത്രി സൂചിപ്പിക്കാനാണോ പിണറായി പോകുന്നത്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സൂചിപ്പിക്കാനാണോ പോകുന്നതും കൂടെ സംശയിക്കാം. കാരണം ഇവരുടെയൊക്കെ കാര്യങ്ങൾക്കകത്ത് പല 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 ദുരൂഹതകളൊക്കെ വരാം. എല്ലാവരും രാഹുൽ ഗാന്ധിയെ പോലെ അല്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ദുബൈയിലേക്ക് പിണറായി പോകുമെന്നാണ് പറഞ്ഞ്, ഒരു നീണ്ട സന്ദർശനമാണ്. അങ്ങനെ പോകും. വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ഇദ്ദേഹത്തുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, എന്തെങ്കിലും ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയും സംഭവിക്കാമല്ലോ, അങ്ങനെയും വേണമല്ലോ. പക്ഷെ കേരളത്തിൽ ശബരിമല വിഷയം കത്തിക്കാളി നിൽക്കുകയാണ്. അതൊരു കാര്യം പറയാം. കേരളത്തിലെ ശബരിമല വിഷയം എന്ന് പറയുന്നത് അത് കത്തിക്കാളുകയല്ല, അത് പിണറായിയും കൊണ്ടേ പോകൂ. അതിലൊരു സംശയം വേണ്ട. അതിൽ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് അമിത്ഷായെ പോയി കണ്ടതെന്ന് പലരും പറയാനിടയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു റിലീഫ് അമിത്ഷായോ നരേന്ദ്രമോദിയോ കൊടുക്കാൻ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഈ സന്ദർശനത്തെ ആ കാര്യത്തിലല്ല കാണുന്നത്. രണ്ട് തരത്തിലാണ്. ഒന്ന് ആഗ്രഹത്തിൻ്റെ തലത്തിൽ, രണ്ട് യാഥാർത്ഥ്യത്തിൻ്റെ തലത്തിൽ. പിണറായി വിജയന് പോയ കൂട്ടത്തിൽ 2-3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മരുമകൻ മന്ത്രിയും പോയിട്ടുണ്ട്, നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിച്ചെന്ന് തോന്നുന്നു. ആ NH-66 പണിയൊക്കെ ജനുവരിയിലേക്ക് തീർത്തേക്കാവുന്നു. അതിനുവേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലും. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ ഒരു അറ്റം വരെ പോകുന്ന NH-66, മുംബൈയിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന NH-66, അതൊന്ന് പൂർണ്ണമായി കിട്ടിയാൽ സ്വാഭാവികമായും കേരളത്തിന് അനുഗ്രഹമാണ്. ഒപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ഫ്ലെക്സ് വെക്കുന്നതിന് മരുമകൻ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒരു സാധ്യതയുമാണ്. അതുകൊണ്ട് പോയി കണ്ട. അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്. സാമ്പത്തികമായി കുത്തുപാള എടുത്തിരിക്കുന്ന അന്തരീക്ഷമാണ് കേരളത്തിൻ്റെ ഖജനാവിനെന്ന് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് ഇലക്ഷനും സംസ്ഥാന ഇലക്ഷനും ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ എന്തിൻ്റെ പേരിലാണെങ്കിലും നേടുന്നതിന് വേണ്ടിയുള്ള പോക്കുമാകാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വെടി കൊള്ളുമ്പം തല പൊക്കി നോക്കുന്ന പന്നിയുടെ സ്വഭാവമല്ല ശരിയായും ജീവിതത്തെ കാണുന്നവർക്ക് വേണ്ടത്. പിണറായി വിജയന് ഈ സഹകരണത്തിൻ്റെ ഭാഷ, കേന്ദ്രവുമായി സഹകരിച്ചു പോകുന്ന ഭാഷയും രീതിയും 2016 തൊട്ട് സ്വീകരിക്കായിരുന്നു. അതിനൊരു തടസ്സമില്ലായിരുന്നു. പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങൾക്ക് പോലും സംസ്ഥാനങ്ങൾക്ക് പോലും വേണ്ട പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനവും
കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തില് കോഓപ്പറേറ്റീവ് ആൻഡ് കോമ്പറ്റീവ്, മത്സരാധിഷ്ഠിതവും സഹകരണാധിഷ്ഠിതവും ആയ ഒരു കാഴ്ചപ്പാടാണ് നരേന്ദ്രമോദി വന്നപ്പോഴേ മുന്നോട്ട് വെച്ചത്. ഒരു സംസ്ഥാനങ്ങളെയും മാറ്റി നിർത്തി രീതി എടുത്തില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. മോദി സർക്കാർ 2014 അധികാരമെടുത്തതിൻ്റെ ആദ്യ ആഴ്ചയാണ് ഈ കഴക്കൂട്ടം തൊട്ട് കളിയിക്ക വരെയുള്ള ആ ഹൈവേക്ക് 786 കോടി രൂപ, 786 ആ സംഖ്യ കൊടുത്തു കോടി രൂപയുടെ സഹായം വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതി വന്നത്, പ്രഖ്യാപിച്ചത്. ആണ് അവിടെയൊക്കെ തെളിഞ്ഞത് ഭാരതത്തിന് വിശാലമായ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ കാശ്മീരിലെയും നോർത്ത് ഈസ്റ്റിലെയും കേരളത്തിലെയും തമിഴ്നാടിലെയും എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ, അത് റോഡിൻ്റെ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും വളരണം. എവിടെങ്കിലും ഒരിടത്ത് മിസ്സിംഗ് ലിങ്ക് ഉണ്ടെങ്കിൽ നടുവിന് വേദനയുള്ള ഒരാൾ എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ? ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പോലെ എല്ലാ സ്റ്റേറ്റുകളും എല്ലാ സംസ്ഥാനങ്ങളും പ്രധാനമാണെന്ന് കരുതി ഒരു തരത്തിലും ഒരു സംസ്ഥാനത്തെയും ബുദ്ധിമുട്ടിക്കാതെ പോകുന്ന, സഹായിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം സ്വീകരിച്ചത്. ഓർക്കുക, മോദി കഴിഞ്ഞ 11-10 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടുണ്ടോ? അതെ, ഇല്ലല്ലോ. അതുപോലെ ഫൈനാൻസ് കമ്മീഷന്റെ ഉപദേശത്തോടു കൂടി സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ആ കേന്ദ്ര വിഹിതം നൽകുന്നതിന്റെ ശതമാനം 30-ൽ നിന്ന് 41-ലേക്കാക്കി. പഴയ സർക്കാരുകൾ ഫൈനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തതാണ്. ആ റിപ്പോർട്ട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാമായിരുന്നു. ആദ്യം 42 പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയപ്പോൾ 41 സാമ്പത്തികമായി നൽകുന്നതും വർദ്ധിപ്പിച്ചിരിക്കുക. എല്ലാ അർത്ഥത്തിലും പോസിറ്റീവായിട്ട് പോകുന്നു. ഇനി ഒരു കാര്യം കൂടി അവിടെ ചോദിക്കുകയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വാഭാവികമായിട്ടും കക്ഷി രാഷ്ട്രീയത്തിനകത്ത് ചിന്തിച്ചാൽ ദേശീയ തലത്തിൽ BJPയുടെയും നരേന്ദ്രമോദിയുടെയും NDAയുടെയും 1-ാം നമ്പർ ശത്രു കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ ഒരു കേരള സർക്കാർ മോദി സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കാനിടയില്ല. BJPയുടെ സർക്കാർ വന്നില്ലെങ്കിൽ LDFന്റെ ഇടതുവർഗീയ മുന്നണിയുടെ സർക്കാർ വന്നാലും വലതുവർഗീയ മുന്നണി വരരുതെന്നേ ആഗ്രഹിക്കാനിടയുള്ളൂ. അതിന് 2016 പിണറായി ഒരു കാര്യം മാത്രം, ഒരു നയം സ്വീകരിച്ചാൽ മതിയായിരുന്നു. അനാവശ്യമായ അക്രമ രാഷ്ട്രീയം, RSSകാരനെയും BJPക്കാരനെയും ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്ന ആ ക്രൂരവും വൃത്തികെട്ടമായ രാഷ്ട്രീയം അവസാനിപ്പിക്കണമായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക ഭീകരവാദികളെയും മതമൗലികവാദികളെയും കൂടെ നിർത്താൻ വേണ്ടി കാട്ടിയ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ വർഗീയത, ആ വികൃതമായ വർഗീയ രാഷ്ട്രീയവും ഒന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ കൃത്യമായ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് ആ ശരിയായ മതേതരത്വ സമീപനവും സ്വീകരിച്ചിരുന്നെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ എതിർക്കേണ്ട ആവശ്യം മോദിക്കോ NDAയ്ക്കോ ഉണ്ടാകുമായിരുന്നില്ല. അതല്ലല്ല കാര്യം. ആവശ്യവും അനാവശ്യമായ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ശബരിമലയിലെ ആ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഹിന്ദുവിരുദ്ധ വർഗീയതയുടെയും ദേശവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രീയ മുഖമായി മാറുന്നതിന് പിണറായിയും കൂട്ടരും തയ്യാറായത്. മാത്രമല്ല, കോവിഡ് കാലത്ത് പോലും ഓർക്കണമെന്ന് MA ബേബി, സഖാവ് MA ബേബി അന്ന് ചൈനയ്ക്കും ഉത്തര കൊറിയയ്ക്കും വാഴ്ത്തുപാട്ട് പാടിയ ആളാണ്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി കോവിഡ് എന്ന വൈറസ് ലാബറട്ടറിയിൽ ഉണ്ടാക്കിയെടുത്ത് പുറത്തേക്ക് വിട്ട ചൈനയോടൊപ്പമായിരുന്നു
MA ബേബിയും മറ്റും. ബേബിയും മാർക്സിസ്റ്റുകാരും. അങ്ങനെ ഇരിക്കവേ ആ ചൈനയോടുള്ളത് വേറൊന്ന് ഞാൻ പറയാം. ദോക്ലാം സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ചൈനയുടെ അംബാസിഡറുമായി ഒരു കൂടിക്കാഴ്ച പിണറായി വിജയന്റെ ഉണ്ടായിരുന്നു. മറക്കണ്ട, 1962 ചൈന യുദ്ധത്തിന് മുമ്പ് 1959 അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന BT രണദിവെ ചൈനയുടെ അംബാസഡറെ പോയി കണ്ടായിരുന്നു. അപ്പൊ ചൈനയുടെ അംബാസഡറെ അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ രണദിവെ പോയി കണ്ട ശേഷം 62 യുദ്ധം പോലെയാണോ സഖാവ് പിണറായി വിജയൻ ചൈനയുടെ അംബാസഡർ, അന്ന് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, കണ്ട ശേഷം ദോക്ലാമിൽ ഒരു സംഘർഷത്തിന്റെ സാഹചര്യം ഉണ്ടായതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അതെന്തോ ആവട്ടെ, ഭാരതമാണ് ആദ്യം, ഭാരതമാണ് പ്രധാനം. ഇപ്പോൾ തന്നെ ഞാനൊരു കാര്യം ചോദിക്കാം. ഭാരത മാതാവ് എന്നുള്ള സങ്കല്പത്തിന് ഇവരെതിരാണ്. ഭാരതമാതാവിന്റെ പടം വെക്കുന്നതിനെതിരാണ്. ഭാരതത്തെ മാതാവായി പറയുന്നതിനെ അവഹേളിക്കുന്ന പ്രചരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പക്ഷത്തുള്ളവർ ചെയ്യുന്നത്. നേരെ മറിച്ച് 1938 മാവോ സേതുങ്, ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവ് മാവോ സേതുങ്, ഞങ്ങൾ സർവരാജ്യ തൊഴിലാളി സങ്കല്പത്തിന്റെ ആൾക്കാരാണ്, പക്ഷേ ചൈന എന്ന മാതൃരാജ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, അതിനെ ആക്രമിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ ഞങ്ങളത് ധീരമായി ചേർത്ത് നിൽക്കുമെന്ന് പറഞ്ഞു. ചൈനയെ മാവോ സേതുങ് മാതൃരാജ്യം എന്ന് പറഞ്ഞത് പിണറായി വിജയന് MA ബേബിക്കൊക്കെ ദഹിക്കുമോ? ഞാൻ പറഞ്ഞു വന്നത് അല്പം നമ്മൾ വിഷയം വിസ്താരമായി പോയി. കൺക്ലൂഡിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എന്തായാലും അല്പം വൈകിയാണെങ്കിലും പ്രധാനമന്ത്രിയോടും മറ്റു മന്ത്രിമാരോടും പോയി സകാരാത്മകമായ ചർച്ചയ്ക്കാണ് പിണറായി പോയതെങ്കിൽ അത് നല്ല കാര്യം എന്ന് തന്നെ പറയണം. അങ്ങനെ ആവണം, അങ്ങനെ ആവട്ടെ. പിണറായിയും മനസ്സിലാക്കട്ടെ, കേരളം ഭാരതത്തിന്റെ ഭാഗമാണ്. സ്റ്റാലിനോട് ചേർന്ന് നിന്ന് കട്ടിംഗ് സൗത്ത്, തെക്കൻ രാജ്യങ്ങളെ മുറിച്ചു മാറ്റാൻ നോക്കിയ പിണറായി വിജയൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയോട് ചേർന്ന് നിന്നുകൊണ്ട് കേരളം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിന്റെ വളർച്ചയോടൊപ്പം കേരളത്തിന്റെ വളർച്ചയും ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിനും രാജ്യത്തിനും നല്ലതിന് വഴിയൊരുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.